ഡീപ്പസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഗുരുസമക്ഷം, ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ, ശ്രീയം, എപ്പിസോഡ് 30. ശ്രീ ഗുരു ബാബാജി ദർശന സുഹൃതം. മസാല ദോശ തിന്നൽ, നാഗരാജാവിൻ്റെ ആഗമനം എന്നീ 2 സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാവിലെ ഋഷികേശിലേക്ക് തിരിച്ചു. ഗംഗയുടെ ഇടതുകരയിലെ ഇടുങ്ങിയ പാതയിലൂടെ നടന്നുകൊണ്ടിരുന്ന ഞങ്ങൾ വശ്യതയാർന്ന പ്രകൃതി സൗന്ദര്യം ശരിക്കും ആസ്വദിച്ചു. നദിയുടെ ഒഴുക്കിൻ്റെ മധുരസ്വരവും പക്ഷികളുടെ കളകൂജനവും പർവ്വതങ്ങളും സന്യാസിമാരുടെ കുടീരങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ദുരാഗ്രഹികളായ പട്ടണവാസികളുടെ വാസസ്ഥലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു സന്യാസിമാർ താമസിച്ചിരുന്ന ലളിതമായ കുടീരങ്ങൾ. വഴിമധ്യേ ഒരു കുന്നിൻ്റെ ചെരിഞ്ഞ ഭാഗത്ത് അനേകം മയിലുകളെ കണ്ടു. അവയിൽ ഒരാൺമയിൽ പീലികൾ വിടർത്തി മനോഹരമായി നൃത്തം ചെയ്യുന്നത് ഞങ്ങൾ കൺകുളിർക്കെ കണ്ടു. ഹനുമാൻ കുരങ്ങുകളും നീണ്ട വാലുള്ള ലങ്കൂർ ഇനത്തിൽപ്പെട്ട കുരങ്ങുകളും ആ പ്രദേശത്ത് സുലഭമായി കാണപ്പെട്ടു. ലക്ഷ്മണ ധൂലയിൽ എത്തിയിട്ടേ ഞങ്ങൾ നടത്തത്തിന് വിരാമമിട്ടുള്ളൂ. ലക്ഷ്മണ ധൂലയിൽ ഗംഗയുടെ കുറുകെ ദുർബലമായ ഇടുങ്ങിയ കയർ കൊണ്ടുള്ള പാലമായിരുന്നു. അനേകം യോഗികളും സന്യാസിമാരും ലക്ഷ്മണധൂലയിൽ താമസിച്ചിരുന്നു. കൂടാതെ ആ സ്ഥലത്ത് വിവിധ സമ്പ്രദായങ്ങളിലെ അനേകം വലിയ ആശ്രമങ്ങളും ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്നവരുടെ കാതുകൾക്ക് മധുരസ്വരത്തിലുള്ള ഭക്തിഗാനങ്ങളും പലതരം വാദ്യാഘോഷങ്ങളും ആനന്ദം പകർന്നുകൊണ്ടിരുന്നു. ലക്ഷ്മണധൂല മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ്. മാർഗമധ്യേ ഞങ്ങൾ ഒരു കുളിക്കടവിലിറങ്ങി. തണുത്ത ഗംഗാജലത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് യാത്ര തുടർന്നു. ഒരു അന്നക്ഷേത്രത്തിൽ നിന്നും കിട്ടിയ ചപ്പാത്തിയും ദാളും ഗംഗയുടെ തീരത്തിരുന്ന് കഴിച്ചു. നിശ്ചിന്തനായി തുടർന്നുകൊണ്ടിരുന്ന യാത്ര വളരെ ഉല്ലാസകരമായ ഒരു അനുഭവമായിരുന്നു. ബാബാജി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നിയത്. അദ്ദേഹം എനിക്ക് എൻ്റെ പിതാവും മാതാവും ഗുരുവും സുഹൃത്തും കൂടിയായിരുന്നു. ഞങ്ങൾ കുറച്ചു സമയം ഒരു അരയാലിൻ്റെ ചുവട്ടിലിരുന്ന് വിശ്രമിച്ചു. അത് കഴിഞ്ഞ് യാത്ര തുടർന്നു. ഉച്ച കഴിഞ്ഞ് മുനി കി രേത്തി എന്ന സ്ഥലത്തെത്തി. എനിക്ക് ഋഷികേശ് വളരെ ഇഷ്ടപ്പെട്ടു. ഋഷികേശിന് അത്ഭുതകരമായ ഏതോ ആകർഷണശക്തി ഉണ്ടായിരുന്നു. അക്കാര്യം എൻ്റെ ആദ്യ സന്ദർശനത്തിൽ തന്നെ എനിക്ക് ബോധ്യമായി. ഞാൻ ആദ്യമായി ഋഷികേശിൽ വന്നപ്പോൾ ഡിവൈൻ ലൈഫ് സൊസൈറ്റിയിലാണ് തങ്ങിയത്. ഇപ്പോൾ വീണ്ടും ബാബാജിയോടൊപ്പം അതേ സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞത് ഞാൻ ഭാഗ്യമായി കരുതി. മനസ്സിന് അപൂർവമായ ശാന്തി ലഭിച്ചതുപോലെ തോന്നി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എനിക്ക് ആനന്ദം പകർന്നു. ബദ്രിനാഥിലേക്ക് പോകുന്ന തിരക്കുള്ള റോഡ് ഗംഗയുടെ ഒരു വശത്താണ്. മറുവശത്ത് ഡിവൈൻ ലൈഫ് സൊസൈറ്റിയും യോഗാനികേതനും സ്ഥിതി ചെയ്യുന്നു. ഗംഗയുടെ മറുകരയിലാണ് മിക്കവാറും മറ്റ് ആശ്രമങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ദേശാടനം ചെയ്യുന്നവർ സഞ്ചരിക്കുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ആ വഴി ഗംഗയുടെ മറുകരയിലായിരുന്നു. ഗംഗയുടെ തീരങ്ങളിലായിരുന്നു അനേകം പുണ്യാത്മാക്കളുടെ വാസസ്ഥലങ്ങൾ. ചിലർ ചെറിയ കുടിലുകളിൽ ഏകാന്തവാസത്തിലായിരുന്നു. മറ്റുള്ളവർ വലിയ ആശ്രമങ്ങളിലെ അന്തേവാസികളായിരുന്നു. ബാബാജി എന്നെയും കൂട്ടിക്കൊണ്ട് നേരെ പോയത് മൗനി ബാബ വസിക്കുന്ന ഗുഹയിലേക്കായിരുന്നു. അത് നീലകണ്ഠ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ നീലകണ്ഠമലയുടെ മുകളിലായിരുന്നു. ഗംഗയുടെ തീരത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ചില വനങ്ങളിൽ ആനകൾ ചുറ്റി സഞ്ചരിക്കുന്നത് ഇന്നും കാണാൻ കഴിയും. പ്രസ്തുത വനങ്ങൾ മിക്കവയും ഇപ്പോൾ രാജാജി നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. നിബിഡമായ വനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അനേകം എയർ കണ്ടീഷൻ ചെയ്ത ഗുഹകൾ കാണാൻ കഴിയും. ലോക പ്രശസ്തിയാർജിച്ച ശ്രീ മഹേഷ് യോഗി നിർമ്മിച്ചതാണ് അവ.
അദ്ദേഹമായിരുന്നു ലോകമെങ്ങും അറിയപ്പെടുന്ന അതീന്ദ്രിയ ധ്യാനത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനും. കുന്നിലൂടെ 1 മണിക്കൂർ യാത്ര ചെയ്താൽ മൗനി ബാബയുടെ ഗുഹയിൽ എത്താൻ കഴിയും. ബാബാജിയും മൗനി ബാബയും തമ്മിൽ ഒരു കരാറുണ്ടാക്കിയിരുന്നു. ബാബാജി ഋഷികേശിൽ പോകുമ്പോൾ മൗനി ബാബയുടെ ഗുഹയിൽ തങ്ങും. അപ്പോൾ മൗനി ബാബ നീലകണ്ഠമലയുടെ മുകളിലുള്ള കുടീരത്തിലേക്ക് താമസം മാറ്റുന്നു. ടെലിഫോണിൽ കൂടിയുള്ള ആശയവിനിമയത്തേക്കാൾ കാര്യക്ഷമതയോടെ ആധ്യാത്മികമായ ചില മാർഗങ്ങളിലൂടെ അവർ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നു. ഞങ്ങൾ മൗനി ബാബയുടെ ഗുഹയിലെത്തി. അവിടെ അദ്ദേഹത്തിൻ്റെ യുവശിഷ്യൻ ഞങ്ങളെ അഭിവാദ്യം നൽകി സ്വീകരിച്ചു. ബാബാജി ആ യുവാവിനെ മോനെ എന്നാണ് സംബോധന ചെയ്തത്. ഇരുണ്ട നിറമുള്ള ദൃഢഗാത്രനായ യുവാവ് കൗബീന വേഷധാരിയായിരുന്നു. യുവാവിൻ്റെ താടിയും അയാളുടെ ശിരസിലെ മുടിച്ചുരുളുകളും ഭയാവഹമായി തോന്നി. യുവാവ് ബാബാജിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എന്നേക്കാൾ ആ യുവാവിന് പ്രായം കൂടുതൽ ഉള്ളതിനാൽ ബാബാജി എന്നോട് ആ യുവാവിനോട് ആദരവ് പ്രകടിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ യുവാവിനെ നമസ്കരിച്ചപ്പോൾ യുവാവും എന്നെ നമസ്കരിക്കുകയുണ്ടായി. ബാബാജിയുടെ ശിഷ്യനായതുകൊണ്ടാണ് യുവാവ് എന്നെ ആദരിച്ചത്. വിശാലമായ ഗുഹയുടെ പ്രവേശന ദ്വാരത്തിൽ തന്നെ ധൂനി കത്തിച്ചു വച്ചിരുന്നു. കൂടാതെ തടി കൊണ്ടുള്ള 2 പലകകളും കമ്പിളിപ്പൊതപ്പുകളും ഒരുക്കി വച്ചിരുന്നു. കട്ടിലുകൾക്ക് പകരമായിരുന്നു ആ സംവിധാനം. യുവസന്യാസി പറഞ്ഞു, ഞാൻ പാത്രത്തിൽ ശുദ്ധജലം നിറച്ചു വച്ചിട്ടുണ്ട്. 2 പേർക്കും കഴിക്കാനായി ചപ്പാത്തിയും ദാളുകറിയും ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ യുവാവിന് വേണ്ടി എൻ്റെ ഗുരു കുറച്ച് കൽക്കണ്ടവും കൊടുത്തയച്ചിട്ടുണ്ട്. ബാബ പറഞ്ഞതിനനുസരിച്ച് ഞാനും എന്നും രാവിലെയും സന്ധ്യയ്ക്കും ഭക്ഷണം എത്തിക്കാം. അദ്ദേഹം 2 പേർക്കും പ്രണാമങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം വന്ന് 2 പേരെയും കാണുന്നതായിരിക്കും. എന്തെങ്കിലും കൂടുതലായി വേണമെന്ന് വരികിൽ ദയവായി എന്നെ അറിയിച്ചാൽ മതി. ബാബാജിയെ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് യുവസന്യാസി അവിടെ നിന്നും പോയി. അപ്പോൾ ബാബാജി പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നീലകണ്ഠിൽ വെച്ച് മൗനി ബാബ ഗുരു ബാബാജിയെ ദർശിച്ചിട്ടുണ്ട്. മൗനി ബാബയ്ക്ക് അദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾക്ക് എങ്ങനെ മറവിയുണ്ടായി എന്ന് വിചാരിച്ച് അത്ഭുതപ്പെടുകയായിരുന്നു. ഗുഹയിൽ 20 ദിവസം സുഖമായി കഴിഞ്ഞു. പ്രായോഗിക യോഗവിദ്യയെപ്പറ്റി പല കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. അതുപോലെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ അന്തസത്തയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. പല വിശിഷ്ട ഗ്രന്ഥങ്ങളെപ്പറ്റിയും ബാബാജി എന്നോട് ചർച്ച ചെയ്തത് എനിക്ക് വളരെ ഗുണകരമായി ഭവിച്ചു. അവയിൽ ഉപനിഷത്തുക്കൾ, യോഗശാസ്ത്രം, ഹഠയോഗ പ്രദീപിക, ഷഡ്ചക്ര നിരൂപണം, ഗോരക്ഷാശതകം, കൂളാർണവതന്ത്രം, മഹാനിർവാണതന്ത്രം, നാഗാർജുനൻ രചിച്ച ബൗദ്ധഗ്രന്ഥമായ പ്രജ്ഞപരമിത എന്നീ കൃതികൾ പെടുന്നു. ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സാന്ദർഭികമായി പോലും ഗ്രന്ഥങ്ങളുടെ സഹായം വേണ്ടി വന്നിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ എല്ലാ അറിവുകളും ഭദ്രമായി വച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ വിവരണങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് തുനിയുകയാണെങ്കിൽ അവസാനിപ്പിക്കാനാവാത്ത രീതിയിൽ എഴുതിക്കൊണ്ടേയിരിക്കും. അതിനു പകരം ഞാൻ 3 സംഭവങ്ങൾ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് പ്രാധാന്യവും സാങ്കത്യവും ഉണ്ട്. ഒന്നാമതായി പറയാൻ ആഗ്രഹിക്കുന്നത് ഋഷികേശിലെ മദ്രാസ് കഫേയിലെ എൻ്റെ ആദ്യ സന്ദർശനത്തെ പറ്റിയാണ്. അത് ഒരു തെക്കേ ഇന്ത്യക്കാരൻ ചെറിയ തോതിൽ തുടങ്ങിയ ഒരു കഫേയായിരുന്നു. അയാൾ ഋഷികേശിൽ എത്തിയത് ഒരു സന്യാസി ആകാൻ വേണ്ടിയായിരുന്നു. അത് നടക്കാതെ പോയപ്പോൾ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി. ധാരാളമായി ഋഷികേശിലേക്ക് വന്നുകൊണ്ടിരുന്ന ദക്ഷിണ ഭാരതീയരെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു പ്രസ്തുത സംരംഭം. അനേകം വർഷങ്ങൾക്ക് ശേഷം അജ്ഞാതനായ ഒരാൾ അയാളെ ആക്രമിക്കുകയും അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ആ ഹോട്ടൽ തദ്ദേശവാസികൾ കൈവശപ്പെടുത്തുകയുണ്ടായി.
ഗുഹയിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ ദിവസം ബാബാജി എനിക്ക് 20 രൂപ തന്നു. എന്നിട്ട് പറഞ്ഞു, നീ മദ്രാസ് കഫേയിൽ പോയി മതിയാവോളം മസാല ദോശ കഴിക്കണം, പൂർണ്ണമായും തൃപ്തിപ്പെടണം. ഞാൻ തോണിയിൽ കയറി നദിയുടെ അക്കരയിൽ പോയി. കഴിഞ്ഞ തവണ ഋഷികേശിൽ വന്നപ്പോൾ കഫയിൽ പോയിരുന്നത് കൊണ്ട് കഫയിലേക്കുള്ള വഴി അറിയാമായിരുന്നു. കഫയിൽ ചെന്ന് ഞാൻ ഒരു മസാല ദോശയ്ക്ക് പറഞ്ഞു. അത് രുചിയോടെ കഴിച്ചു. ഒരെണ്ണം കൂടി വാങ്ങി, അതും കഴിച്ചു. ഒരു കപ്പ് കാപ്പി കൂടി കുടിച്ചപ്പോൾ പിന്നീട് ഒന്നും കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. ഏമ്പക്കം ഇട്ടുകൊണ്ട് ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഒരു കാര്യം പറയട്ടെ, ജീവിതത്തിൽ അതിനുശേഷം മസാല ദോശ കഴിക്കണമെന്ന ആഗ്രഹം ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോഴും വല്ലപ്പോഴും മസാല ദോശ കഴിക്കാറുണ്ട്. എന്നാൽ മസാല ദോശ കഴിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ ഉണ്ടാകാറില്ല. രണ്ടാമത്തെ സംഭവം ഒരു അമേരിക്കൻ യുവതിയുമായുള്ള യാദൃച്ഛികമായ പരിചയപ്പെടലാണ്. യുവതിയുടെ യഥാർത്ഥ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. യുവതിയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയാണ് പേര് വെളിപ്പെടുത്താത്തത്. സംഭവം വിവരിക്കുമ്പോൾ യുവതിയെ പരാമർശിക്കാൻ വേണ്ടി ജെന്നി എന്ന കപടനാമം ഉപയോഗിക്കാം. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും രാവിലെ അധ്യയനത്തിനു വേണ്ടി നീക്കിവെച്ചിട്ടുള്ള സമയം കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് മുമ്പുള്ള സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ കുറച്ച് സമയം അലഞ്ഞു നടന്നിരുന്നു. ബാബാജി അതിന് അനുവദിച്ചിരുന്നു. കുറച്ചു സമയം ഞാൻ ഗംഗയുടെ തീരത്ത് കുളിർക്കാറ്റ് ആസ്വദിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഒഴുക്കിൻ്റെ മധുരസ്വരം കാതുകൾക്ക് സുഖം പകരും. കുളി കഴിഞ്ഞിട്ടായിരിക്കും ഉച്ചഭക്ഷണം കഴിക്കാൻ പോകാറുള്ളത്. ഒരു ദിവസം ഞാൻ എന്നും ഇരിക്കാറുള്ള എനിക്കിഷ്ടപ്പെട്ട ഒരു പാറപ്പുറത്ത് ഇരിക്കുകയായിരുന്നു. എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. ഞാൻ ഇരുന്നിരുന്ന പാറയുടെ സമീപത്തുള്ള മറ്റൊരു പാറയിൽ ഇളം നീലവസ്ത്രം ധരിച്ച സ്വർണ്ണ നിറത്തിൽ തലമുടിയുള്ള ഒരു യുവതി ഇരിക്കുന്നത് ശ്രദ്ധിക്കാനിടയായി. അവൾ തൻ്റെ പാദങ്ങൾ ഗംഗാജലത്തിൽ മുക്കിവച്ചിരുന്നു. ഞാൻ അവളുടെ ഗൗരവമുള്ള മുഖത്തിൽ കടുത്ത വിഷാദം വ്യാപിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു. അവളുടെ ശരീരത്തിൻ്റെയും തലമുടിയുടെയും നിറത്തിൽ നിന്ന് അവൾ യൂറോപ്പിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ വന്നവളായിരിക്കും എന്ന് ഊഹിച്ചു. ഞാൻ ശ്രദ്ധിച്ചിരിക്കവേ യുവതി പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങുന്നത് കണ്ടു. ഛർദ്ദിക്കുന്നത് ഗംഗാജലത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അവൾ മുഖം തിരിച്ചു. അവൾ ഛർദ്ദിച്ചു കൊണ്ടിരുന്ന സമയത്ത് കൈകൾ കൊണ്ട് ഉദരം ബലമായി അമർത്തി പിടിക്കുന്നുണ്ടായിരുന്നു. ഛർദ്ദിച്ചു കഴിഞ്ഞതിന് ശേഷം അവൾ ഒരു ഫ്ലാസ്കിൽ നിന്നും അല്പം വെള്ളമെടുത്ത് കുടിച്ചു. അപ്പോഴാണ് അവൾ എന്നെ കാണാനിടയായത്. എൻ്റെ സാന്നിധ്യം യുവതിക്ക് അമ്പരപ്പ് ഉണ്ടാക്കിയിരിക്കുമോ എന്ന് ഞാൻ സന്ദേഹിച്ചു. അവളുടെ മുഖം വല്ലാതെ വിളറിയിരുന്നു. അവൾ തൻ്റെ പാദത്തിലേക്ക് നോക്കിയിരുന്നു. എൻ്റെ മനസ്സിലാകെ യുവതിയോടുള്ള സഹാനുഭൂതി നിറഞ്ഞു. ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചു. അവളെ സമാശ്വസിപ്പിക്കാൻ മനസ്സ് വിതുമ്പി. ഏതെങ്കിലും തരത്തിൽ എനിക്ക് അവളെ സഹായിക്കാൻ കഴിയുമോ എന്ന ചിന്ത എൻ്റെ മനസ്സിൽ ഉദയം ചെയ്തു. എന്നാൽ എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ കുഴഞ്ഞു. ഞാൻ സ്വതന്ത്രനായി ജീവിക്കുന്ന മനുഷ്യനാണ്. ലൗകികതയിൽ കുടുങ്ങാൻ പാടില്ല. ഒരു പക്ഷേ അനുകമ്പയ്ക്ക് പിന്നിലുള്ള ചേതോവികാരം ലൈംഗികാഷ്കമായിരിക്കുമോ? അന്നേരം ബാബാജിയുടെ വാക്കുകൾ ഓർമ്മിച്ചു. നിനക്ക് ദിവസവും 13 മണിക്കൂർ എന്ന കണക്കിൽ 13 കൊല്ലം നന്നായി ധ്യാനിക്കാൻ കഴിയും എന്നിരിക്കട്ടെ. ഉത്കടമായ വ്യാധ അനുഭവിക്കുന്ന ഒരു സഹജീവിയുടെ രോദനം നിനക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ 13 കൊല്ലത്തെ സാധന പാഴായി പോകും. ധ്യാനത്തിന് നിന്റെ മനസ്സിനെ ആർദ്രമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ ജനാലയിലൂടെ വലിച്ചെറിയൂ. ആ ധ്യാനം നിഷ്ഫലമാണ്. ഞാൻ എന്തൊരു വിഡ്ഢിയാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഞാൻ എണീറ്റു. ഞാൻ മെല്ലെ അവളുടെ സമീപത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, എനിക്ക് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയുമോ? ആദ്യം അവൾ അല്പം ഒന്ന് അമ്പരന്നു. അവൾ ആത്മസംയമനം പാലിച്ചുകൊണ്ട് പറഞ്ഞു, ആരെങ്കിലും എന്നെ സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അതിന് ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല.
എന്തുകൊണ്ട് കഴിയുകയില്ല? ഞാൻ ആകാംക്ഷഭരിതനായി. കാരണം പറയാൻ തുടങ്ങിയാൽ അതൊരു നീണ്ട കഥയായിരിക്കും. എൻ്റെ ദുഃഖഭാരം നിങ്ങളെക്കൊണ്ട് ചുമപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ദയവായി പറയൂ. ഞാൻ തൊട്ടടുത്തുള്ള പാറയിൽ ഇരുന്നു. ശരി, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പറയാം. അവൾ അവളുടെ കഥ പറഞ്ഞു. അമേരിക്കയിലെ ഫിലാഡൽഫിയ ആണ് അവളുടെ നാട്. അവൾ ഒരു മൈക്രോബയോളജിസ്റ്റായിരുന്നു. ദേശാടനം അവളുടെ ഇഷ്ടവിനോദമാണ്. 4 കൊല്ലം മുമ്പ് അവൾ ഇന്ത്യയിൽ വന്നിരുന്നു. പല സ്ഥലങ്ങളും സന്ദർശിച്ച കൂട്ടത്തിൽ ഹരിദ്വാറും ഋഷികേശും സന്ദർശിച്ചിരുന്നു. അജ്ഞാതമായ ഏതോ കാരണത്താൽ അവൾക്ക് തീർത്ഥാടന കേന്ദ്രമായ ഋഷികേശും ഗംഗാനദിയും വളരെ ഇഷ്ടപ്പെട്ടു. അതിനാൽ എല്ലാ വർഷവും പതിവായി ഇന്ത്യയിൽ വരികയും ഈ സ്ഥലത്ത് താമസിക്കുകയും ചെയ്തിരുന്നു. താൻ ഒരു ഹിന്ദുമത വിശ്വാസിയല്ലെന്നും തനിക്ക് ഗുരുക്കന്മാരിലും ആശ്രമങ്ങളിലും വിശ്വാസമില്ലെന്നും അവൾ തുറന്നു പറഞ്ഞു. അവൾ ഗംഗാതീരത്ത് ഇരിക്കാനും ഋഷികേശിലെ കുന്നുകളിൽ ചുറ്റിക്കറങ്ങാനുമാണ് എല്ലാ കൊല്ലവും വന്നിരുന്നത്. 6 മാസം മുമ്പാണ് കഷ്ടകാലം തുടങ്ങിയത്. ദഹനക്കേടിനും കൂടെ ഉണ്ടാകുന്ന വയറുവേദനയ്ക്കും ചികിത്സയ്ക്കായി അവൾ ഒരു ഡോക്ടറെ സമീപിച്ചു. അവൾ പല വൈദ്യപരിശോധനകൾക്ക് വിധേയനായി. ഒടുവിൽ ഡോക്ടർ അവൾക്ക് വൻകുടലിൽ ക്യാൻസർ രോഗമാണെന്ന് അറിയിച്ചു. 2 മാസക്കാലം അവൾ ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ ചികിത്സയിൽ കഴിഞ്ഞു. രോഗത്തിന് വളരെയധികം ശമനമുണ്ടായി. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് രോഗം പൂർവാധികം കലശലായി. വീണ്ടും 2-3 മാസം കൂടി ചികിത്സ തുടർന്നു. എന്നിട്ടും രോഗശാന്തി ലഭിച്ചില്ല. രോഗം ഗുരുതരമായി. 2 മാസത്തിൽ കൂടുതൽ അവൾ ജീവിച്ചിരിക്കുകയില്ലെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. വേദനയിൽ നിന്ന് ആശ്വാസം നൽകുന്ന മരുന്നുകൾ കഴിച്ചു കഴിയാനാണ് ചികിത്സകർ അവളെ ഉപദേശിച്ചത്. വയറിന് ആഹാരം സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. ദ്രവരൂപത്തിൽ എന്തെങ്കിലും കഴിച്ചാൽ പോലും ഛർദ്ദിക്കും. മലത്തിലൂടെ രക്തവും പോയിരുന്നു. ഋഷികേശിൽ വരാനുള്ള തീരുമാനമെടുത്ത നിർണായകമായ നാളുകളിലായിരുന്നു ഇതൊക്കെ സംഭവിച്ചത്. അവൾ രണ്ടും കൽപ്പിച്ച് താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഋഷികേശിലേക്കും ഏറ്റവും സ്നേഹിക്കുന്ന ഗംഗയുടെ അടുത്തേക്കും പോകാൻ ഉറച്ചു. തൻ്റെ അന്ത്യം സംഭവിച്ചാലും അത് ഋഷികേശിലാകട്ടെ അഥവാ ഗംഗാതീരത്തിലാകട്ടെ എന്നവൾ മനസ്സിൽ വിചാരിച്ചു. രോഗം തൻ്റെ ശരീരത്തെ കാർന്നു തിന്നേക്കാം, എന്നാൽ തൻ്റെ മനസ്സിനും ആത്മാവിനും ഋഷികേശിൽ ശാന്തി ലഭിക്കുമെന്ന് ആശിച്ചു. പാവനമായ ഗംഗ അവളുടെ മനസ്സിന് തീർച്ചയായും ആശ്വാസം പകരും എന്നവൾ പ്രതീക്ഷിച്ചു. അവളുടെ സഹോദരനും അമ്മയും അച്ഛനും സുഹൃത്തുക്കളും അവളുടെ തീരുമാനത്തെ അമിതമായി ആവേശമായി കരുതി. പക്ഷേ അവൾ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവൾ ടൂറിസ്റ്റ് വിസയും ടിക്കറ്റും തരപ്പെടുത്തി ഇന്ത്യയിലേക്ക് തിരിക്കുകയും ചെയ്തു. അവൾ ഋഷികേശിൽ എത്തി 2 ആഴ്ച കഴിഞ്ഞു. രോഗനില അനുദിനം വഷളായിക്കൊണ്ടിരുന്നു. ഒരു കവിൾ വെള്ളം പോലും അവൾക്ക് വയറിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വെള്ളം ഉദരത്തിൽ എത്തിയാൽ ഉടനെ ഛർദ്ദിക്കും. താൻ ഇനി അധികം നാൾ ഈ ലോകത്തിൽ കാണുകയില്ല എന്ന ചിന്ത അവളെ ഗ്രസിച്ചു. താൻ മരിക്കുകയാണെങ്കിൽ വിവരം സഹോദരനെ അറിയിക്കാൻ ഞാൻ സഹായിക്കുമോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. സ്വർഗാശ്രമത്തിലായിരുന്നു അവൾ തങ്ങിയിരുന്നത്. പ്രസ്തുത ആശ്രമത്തിലേക്ക് ഞാനും അവളുടെ കൂടെ പോകുമെങ്കിൽ സഹോദരൻ്റെ ടെലിഫോൺ നമ്പറും പോസ്റ്റ് ഓഫീസിലെ പബ്ലിക് ടെലിഫോണിൽ നിന്ന് വിളിക്കുന്നതിനുള്ള പണവും തരാമെന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞുള്ള തീയതി രേഖപ്പെടുത്തിയ ഒരു റിട്ടേൺ ടിക്കറ്റും അവളുടെ പക്കൽ ഉണ്ടായിരുന്നു. അത്രയും നാൾ അവൾ ജീവിച്ചിരിക്കുമോ എന്ന കാര്യത്തിൽ അവൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് അവൾ സംസാരം നിർത്തി. അവൾക്ക് വീണ്ടും ഛർദ്ദിക്കണമെന്ന് തോന്നി. അവൾ മുഖം കഴുകി. വെള്ളം വായിലൊഴിച്ച് കുലുക്കിത്തുപ്പി. ഞാൻ യുവതിയോട് പറഞ്ഞു, ജെന്നി, ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. ജെന്നിക്ക് ഗുരുക്കന്മാരിൽ വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും എൻ്റെ കൂടെ വന്ന് എൻ്റെ ഗുരുവിനെ ഒന്ന് കാണുന്നതിൽ വിരോധമുണ്ടോ? അദ്ദേഹം തികച്ചും വ്യത്യസ്തനാണ്. എന്ത് സംഭവിക്കും എന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടും. അതുകൊണ്ട് ജെന്നി, ഞാൻ പറയുന്നത് കേൾക്കൂ. ഉടനെ അവൾ പറഞ്ഞു, ശരി, അങ്ങനെയാകട്ടെ.
നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണ്, ഞാൻ വരാം. എപ്പോഴാണ് ഞാൻ വരേണ്ടത്? ഞാൻ പറഞ്ഞു, ജെന്നി ഇവിടെ തന്നെ അല്പസമയം കാത്തിരിക്കൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് എപ്പോഴായിരിക്കും അദ്ദേഹത്തിന് സൗകര്യം എന്ന് ചോദിച്ചിട്ട് വരാം. ഞാൻ മടങ്ങി വരുന്നതുവരെ ജെന്നി ഇവിടെ തന്നെ ഇരിക്കണം. ശരി, അവൾ സമ്മതിച്ചു. ഞാൻ ഗുഹയിലേക്ക് നടക്കുകയായിരുന്നില്ല, കഴിയുന്നതും വേഗത്തിൽ ഓടുകയായിരുന്നു. ഞാൻ ഗുഹയുടെ മുന്നിലെത്തിയപ്പോൾ ബാബാജി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ കിതയ്ക്കുകയായിരുന്നു. അണപ്പൊന്ന് നിർത്തി ശ്വാസം നേരെയാക്കിയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ബാബാജി പറഞ്ഞു, ഓട്ടം നല്ല വേഗത്തിലായിരുന്നു അല്ലേ? അപ്പോൾ ഒന്നും ആലോചിക്കാതെ ഞാൻ പറഞ്ഞുപോയി, ബാബാജി, ഒരു അമേരിക്കൻ യുവതിയെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയോ? ഒരു യോഗി ഇപ്പോൾ ഒരു അമേരിക്കൻ യുവതിയെ കണ്ടുമുട്ടിയിരിക്കുന്നു? ഞാൻ ചുരുക്കത്തിൽ ഇത്രയും പറഞ്ഞു. ബാബാജി, ഒരു യുവതിക്ക് കലശലായ രോഗം ബാധിച്ചിരിക്കുന്നു. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അവളെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ. ഡിവൈൻ ലൈഫ് സൊസൈറ്റിയിൽ ഒരു ആശുപത്രിയുണ്ട്. ഞാൻ ഒരു ഡോക്ടറല്ല. ഞാൻ ഒരു അമേരിക്കൻ യുവതിയെയും ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കണ്ണുനീർ വാർത്തുകൊണ്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു, അങ്ങ് അവളോട് ദയ കാണിക്കണം. അവൾക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം. അങ്ങ് അവളോട് ഒന്നും പറയണമെന്നില്ല. അങ്ങയുടെ പവിത്ര ദൃഷ്ടി അവളിൽ പതിച്ചാൽ മതിയാകും. ബാബാജി, ദയവായി. ബാബാജി സ്നേഹപുരസരം എൻ്റെ തോളിൽ കൈവച്ചു. എന്നിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. തീർച്ചയായും ഞാൻ അവളെ കാണും. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമോ? അതോ ഞാൻ താഴോട്ട് വരണോ? ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് തൊടുത്തുവിട്ട അമ്പ് പോലെ ഞാൻ പാഞ്ഞു. ബാബാജിയോട് നന്ദി പറയാൻ പോലും ഞാൻ മറന്നുപോയി. അവൾ എന്നെയും പ്രതീക്ഷിച്ച് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാം. അവൾ ക്ഷീണിതയായിരുന്നതുകൊണ്ട് വളരെ സാവധാനത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. അവൾ നടക്കാൻ നന്നേ പ്രയാസപ്പെട്ടിരുന്നു. പലപ്പോഴും അവൾക്ക് താങ്ങ് കൊടുക്കേണ്ടി വന്നു. രണ്ടുപേരും ഗുഹാമുഖത്ത് എത്തി. അപ്പോൾ അവൾ മറിഞ്ഞു വീഴുമോ എന്ന് തോന്നിപ്പോയി. ബാബാജി ഹിന്ദിയിൽ പറഞ്ഞു, ഇവൾക്ക് കമണ്ടൂരുവിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കൂ. എന്നിട്ട് ഈ കമ്പിളി വിരിപ്പിൽ ഇരിക്കട്ടെ. ഛർദ്ദിക്കുമോ എന്ന ഭയം ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ജലപാനം ചെയ്തത്. അവൾ നിലത്തിരുന്ന് കഴിഞ്ഞപ്പോൾ ബാബാജിയും അവളുടെ മുമ്പിൽ ഇരുന്നു. അദ്ദേഹം വലത് കൈ മുന്നോട്ട് നീട്ടി ശിരസിൽ വെച്ച് അവളെ അനുഗ്രഹിച്ചു. അമേരിക്കൻ ഉച്ചാരണത്തിലുള്ള ഇംഗ്ലീഷിൽ അവൾ അവളുടെ കഥ പറയാൻ ആരംഭിച്ചു. അവൾ സംസാരിക്കുന്നത് വേഗത്തിലായി പോകുന്നു എന്ന് ഓർമ്മിപ്പിക്കാനായി ഞാൻ ഇടപെട്ടപ്പോൾ ബാബാജി പറഞ്ഞു, അവൾ പറയുന്നത് എനിക്ക് വ്യക്തമാകുന്നുണ്ട്. അവൾ സംസാരം തുടരട്ടെ. അവൾ സംസാരിച്ച ഇംഗ്ലീഷ് ഭാഷയുടെ അതേ ഉച്ചാരണത്തിലായിരുന്നു ബാബാജിയും ഇംഗ്ലീഷിൽ സംസാരിച്ചത്. അവൾ തൻ്റെ കഥ വിസ്തരിച്ച് കേൾപ്പിച്ചതിന് ശേഷം പറഞ്ഞു, ഞാൻ ഇനി 1.5 മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നാണ് എന്നെ ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നത്. ഞാൻ ഈ ലോകത്തിൽ അധിക നാൾ കാണുകയില്ല. ഈ സാഹചര്യത്തിലാണ് ഞാൻ അങ്ങയെ ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. ബാബാജി അവളുടെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ നേത്രങ്ങളിൽ അനുകമ്പയുടെ അനന്ത സാഗരം അലയടിക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം വാത്സല്യം തുളുമ്പുന്ന സ്വരത്തിൽ പറഞ്ഞു, കുഞ്ഞെ, എല്ലാവരും ഒരു ദിവസം ഈ ലോകത്തോട് യാത്ര പറയും. നീയും ഞാനും ഇവനും ഈ ലോകത്തോട് വിട പറയും. മരണത്തെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. അത് അനിവാര്യമാണ്. അത് ഏവരുടെയും സന്തത സഹചാരിയാണ്. അതിനാൽ ഈ സത്യം ശാന്തമായി അംഗീകരിക്കൂ. മരണവുമായി സന്ധി ചെയ്യൂ. അത് നിങ്ങളുടെ സുഹൃത്തായി മാറും. ഞാൻ നിനക്ക് ലളിതമായ ഒരു ധ്യാനവും ശ്വസനക്രിയയും പഠിപ്പിച്ചു തരാം. അത് പരിശീലിക്കുകയാണെങ്കിൽ വേദനയ്ക്ക് ശമനമുണ്ടാകും. അതുകൊണ്ട് സമാധാനത്തോടെ നാട്ടിലേക്ക് മടങ്ങൂ. എല്ലാ മഹാത്മാക്കളും നിന്നിൽ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. അദ്ദേഹം ജെന്നിയെ ദിവസവും 2 നേരം അഭ്യസിക്കുന്നതിന് ധ്യാനവും ശ്വസനക്രിയയും പഠിപ്പിച്ചു. അവളുടെ മുഖത്തുണ്ടായിരുന്ന വിഷാദഭാവം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അപ്രത്യക്ഷമായി.
തൽസ്ഥാനത്ത് അത്യപൂർവമായ ശാന്തിയും പ്രസാദാത്മകതയും കളിയാടി. ബാബാജി എന്നോട് സ്വർഗാശ്രമം വരെ അവളെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ 2 മണിക്കൂറിനിടയ്ക്ക് ഒരിക്കൽ പോലും ഛർദ്ദിക്കാതിരുന്നതിനെ പറ്റി ഓർത്ത് ജെന്നി അതിശയിച്ചു. അവളുടെ അതിശയം എന്നോട് പറയുകയും ചെയ്തു. സ്വർഗാശ്രമത്തിൽ എത്തിയപ്പോൾ അവൾ എന്നോട് അകമഴിഞ്ഞ നന്ദി പ്രകടിപ്പിച്ചു. ഞാൻ ഗുഹയിലേക്ക് മടങ്ങി. എങ്ങനെയുണ്ട് അവൾക്ക്? എന്നെ കണ്ട ഉടനെ ബാബാജി ചോദിച്ചു. അവൾക്ക് ഇപ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. നീ ഇപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ കൊടുത്തു തീർക്കേണ്ടിയിരുന്ന കടം കൊടുത്തു തീർത്തിരിക്കുകയാണ്. അനേകം ജന്മങ്ങൾക്ക് മുമ്പ് നിനക്ക് സുഖമില്ലാതിരുന്നപ്പോൾ അവളുടെ ശുശ്രൂഷ ലഭിച്ചിരുന്നു. ഇപ്പോൾ അവളുടെ ദുരിതത്തിൽ നീ ഒരു ആശ്രയമായി. ഇതേപ്പറ്റി കൂടുതലൊന്നും ചോദിക്കരുത്. ഒരു കാര്യം കൂടി, ഞാൻ അവളെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നില്ല. ശരി ബാബാജി എന്ന് മാത്രം വൈമനസ്യത്തോടെ പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ ജെന്നിയുമായി ഏതു തരത്തിലുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അറിയാൻ അതിയായ മോഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള സാഹസം കാട്ടിയില്ല. അനുഭവങ്ങളിലൂടെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ ഇതിനകം എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ജെന്നി നാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന ദിവസം ബാബാജിയുടെ അനുമതിയോടെ അവൾക്ക് യാത്രാമംഗളങ്ങൾ നേരുന്നതിന് വേണ്ടി ഞാൻ പോയിരുന്നു. അവളുടെ ആരോഗ്യനില വളരെ മെച്ചപ്പെട്ടതായി തോന്നി. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 2 പ്രാവശ്യമേ ഛർദ്ദിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അവൾ ചായയും ബിസ്ക്കറ്റും കഴിക്കുന്നുണ്ടെന്നും പറഞ്ഞു. അവൾ പറഞ്ഞു, ബാബാജിയോട് എൻ്റെ ശതകോടി കൃതജ്ഞതകൾ അറിയിക്കൂ. അദ്ദേഹം എൻ്റെ ജീസസ് ക്രിസ്റ്റാണ്. അവൾ എന്നോട് സമ്പർക്കം പുലർത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ എനിക്ക് എൻ്റേതായ മേൽവിലാസമോ ഒരു ടെലിഫോൺ നമ്പറോ ഇല്ലായിരുന്നു. പരസ്പരം പിരിയുന്നതിന് മുമ്പ് എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് അവൾ എന്നെ ആശ്ലേഷിക്കുകയും എൻ്റെ കവിളിൽ ചുംബിക്കുകയും ചെയ്തു. അമ്പരപ്പോടെ ഞാൻ തിരിഞ്ഞു നടന്നു. ഗുഹയിലേക്ക് മടങ്ങി. ഗുഹയിൽ എത്തിയ ഉടനെ ബാബാജി ഇത്രമാത്രം ചോദിച്ചു, അമ്പരന്നു പോയി അല്ലേ? അന്നേരം അദ്ദേഹം അടക്കി ചിരിക്കുകയാണെന്ന് തോന്നിപ്പോയി. കാലം കറങ്ങിത്തിരിഞ്ഞുകൊണ്ടിരുന്നു. വൈകാതെ തന്നെ ജെന്നി വിസ്മൃതിയിൽ വിലയം പ്രാപിച്ചു. അവളെപ്പറ്റി വല്ലപ്പോഴും ഓർത്താലായി, അത്ര തന്നെ. ബാബാജിയും ഒന്നും പറഞ്ഞിരുന്നില്ല. 3 വർഷം കഴിഞ്ഞ് ഞാൻ ഋഷികേശിൽ എത്തിയിരുന്നു. അതൊരു ആധ്യാത്മിക അന്തർയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു. ബാബാജി കൈലാസ പർവ്വതത്തിൽ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോയില്ല. ഞാൻ ദിവസവും അനുഷ്ഠിക്കേണ്ട സാധനകളെപ്പറ്റി വ്യക്തമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് അദ്ദേഹം പോയത്. അന്തർയോഗം തീർന്നതിന് ശേഷം എനിക്ക് അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയും പ്രതീക്ഷിച്ചിരിക്കണമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം സ്വർഗാശ്രമത്തിന് സമീപമുള്ള ഗംഗാതീരത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. ഒരു സുന്ദരി നദിയുടെ തീരത്തിലേക്ക് പോകുന്നത് കാണാനിടയായി. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് ജെന്നി തന്നെയല്ലേ എന്ന് മനസ്സ് മന്ത്രിച്ചു. മുമ്പ് കണ്ടിരുന്നതിനേക്കാൾ വണ്ണം വച്ചിരിക്കുന്നു. എന്നാൽ അവൾ ജെന്നി തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ അവളുടെ പുറകിൽ നിന്നുകൊണ്ട് മന്ദസ്വരത്തിൽ വിളിച്ചു, ജെന്നി. ഒരു നിമിഷം തിരിഞ്ഞ് അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവൾ ഉറക്കെ പറഞ്ഞു, ഭഗവാനെ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മധു ഇവിടെ ഉണ്ടായിരുന്നുവോ? അവൾ ചാടി എണീറ്റ് ആശ്ലേഷിച്ചുകൊണ്ട് എൻ്റെ കവിളിൽ ചുംബിച്ചു. എന്നിട്ട് ആകാംക്ഷ മുറ്റി നിന്ന സ്വരത്തിൽ ചോദിച്ചു, മധു, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ അണിഞ്ഞിരിക്കുന്നത് മോടിയുള്ള വസ്ത്രങ്ങളാണല്ലോ. മനോഹരമായ ചുരുണ്ട മുടിയൊക്കെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ഞാൻ ഇവിടെ പലയിടത്തും നിങ്ങളെ തിരയുകയായിരുന്നു. നിങ്ങളുടെ ഗുഹയിൽ 2 പ്രാവശ്യം പോയിരുന്നു. അവിടെ നഗ്നനായ സന്യാസി മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. ഫിലഡൽഫിയയിൽ എത്തിച്ചേർന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചുവെന്ന് അവൾ പറയാൻ തുടങ്ങി. അവളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ തുടങ്ങി. വല്ലപ്പോഴും മാത്രമേ ഛർദ്ദിച്ചിരുന്നുള്ളൂ. പിന്നീട് ഛർദ്ദിക്കാതെയായി. വയറ്റുവേദന ഇല്ലാതായതുകൊണ്ട് വേദന സംഹാരി ഗുളികകൾ കഴിക്കുന്നില്ല. എല്ലാത്തിനും കാരണം ബാബാജി പഠിപ്പിച്ചു കൊടുത്ത ധ്യാനവും ശ്വസനക്രിയയുമാണ്.
ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഡോക്ടർ 2 മാസത്തെ കാലാവധി നൽകി എഴുതിത്തള്ളിയതായിരുന്നു അവളെ. എന്നാൽ മുമ്പത്തേക്കാൾ ആരോഗ്യവതിയായി അവൾ ജീവിച്ചിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞ കാലാവധി കഴിഞ്ഞ് വീണ്ടും 2 ആഴ്ചയ്ക്ക് ശേഷം അവൾ ഡോക്ടറെ കാണാൻ പോയിരുന്നു. അവളെ ആരോഗ്യവതിയായി കണ്ട ഡോക്ടർ അത്ഭുതപ്പെട്ടു. അവൾക്ക് വീണ്ടും പല പരിശോധനകൾ നടത്തിയ ഡോക്ടർ അവളുടെ രോഗം പൂർണ്ണമായും ശമിച്ചു എന്ന് അറിയിച്ചു. അതൊരു അപൂർവ സംഭവമായി ഡോക്ടർ കരുതി. അതൊരു അത്ഭുതം തന്നെയായിരുന്നു. എന്നെ ബന്ധപ്പെടാൻ അവൾക്ക് ഒരു വഴിയുമില്ലായിരുന്നു. അതിനിടയിൽ അവൾക്ക് ഒരു ലാബോറട്ടറിയിൽ ജോലി കിട്ടി. ദീർഘകാലം അവൾക്ക് അവധി കിട്ടിയില്ല. ഒടുവിൽ 2 ആഴ്ച അവധി അനുവദിച്ചു കിട്ടിയപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ ഉടനെ അവൾ ഇന്ത്യയിലേക്ക് തിരിച്ചു. അങ്ങനെ വീണ്ടും ഋഷികേശിലെത്തി. അടുത്ത ദിവസം അവൾ ഡൽഹിയിൽ നിന്നും അമേരിക്കയിലേക്ക് തിരിക്കും. അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ബാബാജിയെ നേരിട്ട് കാണുന്നുണ്ട്. എൻ്റെ സ്നേഹം അദ്ദേഹത്തെ അറിയിക്കണം. ഉടനെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇപ്പോൾ കാണാൻ കഴിയുകയില്ല. ടിബറ്റിലെ കൈലാസത്തിലേക്ക് പോയിരിക്കുകയാണ്. 2 മാസം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങളുടെ കൃതജ്ഞത അറിയിക്കാം. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ബാബാജിയോടൊപ്പം ഞാൻ 3.5 കൊല്ലം ജീവിച്ചു. എന്നോട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞു. എല്ലാ കൊല്ലവും 1 മാസം അദ്ദേഹത്തോടൊപ്പം കഴിച്ചു കൂട്ടും. കാണുന്നത് എവിടെ വെച്ചായിരിക്കും എന്നത് അദ്ദേഹം നിശ്ചയിക്കും. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് ഭാഗ്യം തന്നെ. എല്ലാം ബാബാജിയുടെ നിശ്ചയമായിരിക്കാം. അവൾ നർമ്മരസം കലർത്തി പറഞ്ഞു, ഊരും പേരുമില്ലാത്ത മനുഷ്യ, ഇനിയെങ്കിലും നിങ്ങൾക്ക് സ്വന്തം മേൽവിലാസവും ഫോൺ നമ്പറും തരാമല്ലോ. ഞങ്ങൾ 2 പേരും കുറച്ചു ദൂരം പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് നടന്നു. ഋഷികേശ് ഇപ്പോൾ പഴയതുപോലെയല്ല. എവിടെയും തിരക്കും ബഹളവും തന്നെ. ഞങ്ങൾ മദ്രാസ് കഫേയിൽ പോയി കാപ്പി കുടിച്ചു. ബാബാജി എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് അവളോട് പറഞ്ഞു. ഞങ്ങൾ സ്വർഗാശ്രമത്തിലേക്ക് പോയി. ആശ്രമത്തിൽ അവൾ ഒരു മുറി വാടകയ്ക്കെടുത്തിരുന്നു. രാവിലെ അവളെ യാത്രയാക്കാൻ ബോട്ട് ജെട്ടിയിൽ പോയി. മറുകരവയിൽ ഒരു ടാക്സിക്കാർ അവളെ കാത്തു കിടക്കുകയായിരുന്നു. അവൾ നേരെ ഡൽഹിക്ക് പോകും. അവിടെ നിന്നും അർദ്ധരാത്രിക്കുള്ള വിമാനത്തിൽ അമേരിക്കയിലേക്ക്. അവൾ അവളുടെ മേൽവിലാസം എനിക്ക് തന്നിരുന്നു. ഞാൻ ഒരിക്കലും അവൾക്ക് ഒരു കത്ത് പോലും അയച്ചില്ല. കത്തെഴുതുന്ന കാര്യത്തിൽ ഞാൻ മടിയനാണ്. എഴുതുന്നതും മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. ബാബാജി ഋഷികേശിൽ മടങ്ങിയെത്തി. ജെന്നിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഞാൻ അദ്ദേഹത്തിന് നൽകി. അവൾ നന്ദി പ്രകാശിപ്പിച്ച കാര്യവും അറിയിച്ചു. അപ്പോൾ അദ്ദേഹം ഇത്രമാത്രം പറഞ്ഞു, അവൾ നല്ല കുട്ടിയാണ്. അവൾക്ക് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. അവളെ ഞാൻ കാത്തു സൂക്ഷിക്കും. അവൾക്ക് വേണ്ടത് ചെയ്യും. മാസാവസാനത്തിൽ ഞാൻ നാട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തി. 2 മാസത്തിനു ശേഷം അമേരിക്കയിൽ നിന്നും എനിക്ക് ഒരു കത്ത് കിട്ടി. അത് ജെന്നിയുടെ കത്തായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആകാംക്ഷയോടെ കത്ത് പൊട്ടിച്ചു. അതൊരു കവറിംഗ് ലെറ്ററോടൊപ്പമുള്ള കത്തായിരുന്നു. കവറിംഗ് ലെറ്റർ ഇപ്രകാരമാണ്: പ്രിയപ്പെട്ട മിസ്റ്റർ എം, ഞാൻ ബെർണാഡ് ആണ്, ജെന്നിയുടെ സഹോദരൻ. ജെന്നി ഇന്ത്യയിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം ഒക്ടോബർ മാസം 16-ാം തീയതി രാത്രിയിൽ ഉറങ്ങിക്കിടക്കവേ മരണമടഞ്ഞു. ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നു. അവളുടെ കിടക്കയിൽ രസകരമായ ഒരു കത്ത് കിടപ്പുണ്ടായിരുന്നു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിരുന്നു. ആ കത്ത് നിങ്ങളുടെ മേൽവിലാസം എഴുതിയ കവറിൽ ഇട്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി അവൾ എഴുതിയ കത്തായതുകൊണ്ട് അത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഉചിതമായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. അടുത്ത ദിവസം തന്നെ അയച്ചു തരാൻ കഴിഞ്ഞില്ല. കത്തിന് മറുപടി അയക്കണമെന്ന് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. എന്നാൽ ജെന്നിയെ കരുതി നിങ്ങൾ മറുപടി അയക്കുകയാണെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും, വിശേഷിച്ചും എൻ്റെ അമ്മയ്ക്ക് വളരെ സന്തോഷമായിരിക്കും. നന്ദിപൂർവ്വം, ബെർണാഡ്. മറ്റൊരു കവറിൽ ആണ് ജെന്നിയുടെ കത്ത്. ഞാൻ കത്ത് പൊട്ടിച്ച് വായിച്ചു. പ്രിയപ്പെട്ട മധു,
നിങ്ങളെ വീണ്ടും കാണാൻ കഴിഞ്ഞത് അത്ഭുതകരമായ ഒരു അനുഭവമായിരുന്നു. ഗുരുജിയെ നിങ്ങൾ തീർച്ചയായും എൻ്റെ കൃതജ്ഞ അറിയിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പോൾ നല്ല ആരോഗ്യവും ഉന്മേഷവും ഉണ്ട്. എന്നാൽ ഇന്നലെ രാത്രിയിൽ വിചിത്രമായ ചിലതൊക്കെ സംഭവിച്ചു. അത് നിങ്ങളെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘമായ ഒരു സ്വപ്നം കണ്ടു. ബാബാജി പ്രസാദാത്മകത നിറഞ്ഞ മുഖവുമായി പുഞ്ചിരിയിട്ടുകൊണ്ട് എന്നോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാണല്ലോ? അതേ ഗുരുജി, ഞാൻ അറിയിച്ചു. പ്രിയപ്പെട്ട കുട്ടി, ഇപ്പോൾ നിന്റെ വീട്ടിലേക്ക് പോകാനുള്ള സമയമായല്ലോ. നിന്റെ യഥാർത്ഥമായ വീട്ടിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യാൻ ഞാൻ അവിടെ ഉണ്ടാകും. മഴവില്ലിൻ്റെ നിറങ്ങളുള്ള ഉജ്ജ്വലപ്രഭയിൽ അദ്ദേഹം അപ്രത്യക്ഷനായി. മധു, ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം നിന്നെ ഹിമാലയത്തിലേക്ക് ക്ഷണിക്കുകയാണോ? അദ്ദേഹത്തെ കാണുമ്പോൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാമോ? എന്നെങ്കിലും തമ്മിൽ കാണാം. മറുപടി അയക്കൂ. ബന്ധം തുടരൂ. സ്നേഹപൂർവ്വം, ജെന്നി. കത്ത് വായിച്ചതിന് ശേഷം നേരെ കിടപ്പുമുറിയിലേക്ക് പോയി. ഞാൻ വിങ്ങിക്കരഞ്ഞു. മുമ്പ് ഒരിക്കലും അതുപോലെ കരഞ്ഞിട്ടില്ല. എനിക്ക് നഷ്ടപ്പെട്ടത് നല്ലൊരു സുഹൃത്തിനെയാണ്. ബാബാജി പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്ന ചിന്തയിൽ മുഴുകി. രാത്രിയിൽ ഞാൻ ബാബാജിയെ ധ്യാനിച്ചു. എൻ്റെ ഹൃദയപത്മത്തിൽ ബാബാജി പ്രകടമായി. ഞാൻ ബാബാജിയോട് ചോദിച്ചു, ബാബാജി, ജെന്നിക്ക് എന്തു പറ്റിയെന്ന് പറയൂ. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങയ്ക്ക് ഇഷ്ടമില്ല എന്നെനിക്കറിയാം. മാത്രമല്ല, ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നതും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരൂ. ദയവായി മറുപടി തരൂ. ജെന്നി എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. അങ്ങും അവളെ ഇഷ്ടപ്പെട്ടിരുന്നുവല്ലോ. അന്ന് രാത്രിയിൽ സ്വപ്നത്തിലൂടെ എനിക്ക് മറുപടി കിട്ടി. സാധാരണ ധരിക്കാറുള്ള വസ്ത്രത്തിന് പകരം ഊദാ വർണ്ണത്തിലുള്ള ഉടുവസ്ത്രമാണ് ധരിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ശല്യപ്പെടുത്തരുത്. ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നീ എന്നെ അലട്ടരുത്. ധ്യാനം കൂടുതൽ ഉയർന്ന തലത്തിലുള്ള വികാസം പ്രാപിക്കുന്നതിനു വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയും ഉള്ളതാണ്. എപ്പോഴും എന്നെ വിളിക്കാൻ വേണ്ടിയുള്ളതല്ല. എന്തായാലും നീ ചോദിച്ച സ്ഥിതിക്ക് പറയാം. ഞാൻ ജെന്നിയെ വീട്ടിലേക്ക് വിളിച്ചത് അവൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലത്തിലേക്കാണ്. ലോകത്തിൽ കഠിനമായി പരിശ്രമിച്ചിട്ട് എല്ലാവരും ഒടുവിൽ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് ഞാൻ അവളെയും ക്ഷണിച്ചത്. അവൾ ഇവിടെ തന്നെയുണ്ട്. അവളെ സ്വാഗതം ചെയ്യാൻ ഞാൻ ഇവിടെയുണ്ടായിരുന്നു. കുറച്ച് വിശ്രമിച്ചതിന് ശേഷം ഇന്ത്യയിൽ എവിടെയെങ്കിലും അനുയോജ്യമായ സ്ഥലത്ത് പുനർജനിക്കുന്നതിന് യോജിച്ച ഒരു ഗർഭാശയം കണ്ടെത്താൻ ഞാൻ അവളെ സഹായിക്കും. അവളുടെ ആധ്യാത്മികമായ ഉയർച്ചയ്ക്ക് ഞാൻ വേണ്ടത് ചെയ്യും. ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കരുത്. സ്വർണ്ണ നിറമുള്ള മേഘങ്ങൾക്കിടയിൽ ബാബാജി അപ്രത്യക്ഷനായി. ഞാൻ ഉണർന്നു. അപ്പോൾ മനസ്സിന് ലാഘവം തോന്നി. എൻ്റെ സുഹൃത്തും മാർഗദർശിയുമായ അദ്ദേഹത്തിന് മനസ്സിൽ നന്ദി പറഞ്ഞു. മൂന്നാമത്തെ സംഭവം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അവിസ്മരണീയവുമാണ്. അന്നോളം മനോമന്ദിരത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു കൊണ്ടിരുന്ന മഹാഗുരുവായ ശ്രീ ഗുരു ബാബാജിയെ ഒടുവിൽ ദർശിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയുണ്ടായി. ദർശന പുണ്യം കിട്ടിയത് എങ്ങനെയാണെന്ന് പറയാം. നീലകണ്ഠ പർവ്വതത്തിന് ചുറ്റുമുള്ള വനങ്ങളിലൂടെ ബാബാജിയും ഞാനും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാട്ടിൽ വളരെ ദൂരെ നിന്നും ആന ചിഹ്നം വിളിക്കുന്ന ശബ്ദം കേട്ടു. ഞങ്ങൾ അതിഗഹനമായ ഒരു വിഷയത്തെപ്പറ്റിയുള്ള ചർച്ചയിൽ മുഴുകിയിരുന്നതിനാൽ ആനയുടെ ചിഹ്നം വിളിയെ ഗൗരവമായി എടുത്തില്ല. ഒട്ടും വൈകാതെ എന്നെ ക്രിയായോഗം അഭ്യസിപ്പിക്കുമെന്ന് ബാബാജി എന്നോട് പറഞ്ഞു. പക്ഷേ അത് അഭ്യസിക്കുന്നതിന് ഒരാൾ അർഹനായിരിക്കണം. അതിന് അയാൾക്ക് 21 യോഗ്യതകൾ വേണം. അവ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വിവരിക്കുകയും ചെയ്തു. അദ്ദേഹം വിവരിച്ച 21 വ്യവസ്ഥകൾ പാലിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്നും അർഹതയുള്ള ഒരാളെ കണ്ടെത്തുക പ്രയാസകരമാണെന്നും ഞാൻ അഭിപ്രായപ്പെട്ടു. അദ്ദേഹം എൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ചിന്തിക്കുന്നത് ആളുകളുടെ സ്വഭാവത്തെ വില കുറച്ച് കാണുന്നത് പോലെയാണ്.
ഒരു ശരാശരി മനുഷ്യനെ കൊണ്ട് ഈ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയുകയില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പട്ടികയിലെ വ്യവസ്ഥകളുടെ എണ്ണം കുറച്ച് ഒന്ന് മയപ്പെടുത്താൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. 1 മണിക്കൂർ സമയം ഈ വിഷയത്തെപ്പറ്റി വാദപ്രതിവാദം നടന്നു. ഇതുപോലെയുള്ള വാദപ്രതിവാദം അപൂർവമായിട്ടേ സംഭവിച്ചിരുന്നുള്ളൂ. ഒടുവിൽ അദ്ദേഹം വ്യവസ്ഥകൾ 10 എണ്ണമായി കുറച്ചു. അപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ലിസ്റ്റിലെ 4 വ്യവസ്ഥകൾ മാത്രം മതിയാകുമെന്ന് പറയുകയും അങ്ങനെ നിശ്ചയിക്കാൻ കേണപേക്ഷിക്കുകയും ചെയ്തു. അത് മനുഷ്യരാശിയോട് കാണിക്കുന്ന വലിയ അനുകമ്പ ആയിരിക്കുമെന്നും ഞാൻ പറഞ്ഞു. അത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, കാലം മാറി. ഇപ്പോൾ ശിഷ്യന്മാർ ഗുരുവിനെ അനുകമ്പ എന്താണെന്ന് പഠിപ്പിക്കുന്നു. ഇതാണ് സ്ഥിതി. അന്നേരം എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ബാബാജി എന്നെ ആശ്വസിപ്പിക്കാൻ ഒരുമ്പെടുന്ന സമയത്ത് വിസ്മയകരമായ ചിലതൊക്കെ സംഭവിച്ചു. അത്യന്തം ഹൃദ്യവും അപൂർവവുമായ പരിമളം അവിടെയാകെ വ്യാപിച്ചു. ബാബാജി എന്നോട് പറഞ്ഞു, ശരി, ഞാൻ നിന്നെ വിഷമിപ്പിച്ചുവെന്ന് തോന്നുന്നു. എനിക്കതിൽ ഖേദമുണ്ട്. ഇപ്പോൾ നീ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഇവിടെ നിൽക്കൂ. ഇപ്പോൾ നിന്റെ ആഗ്രഹം നിറവേറ്റപ്പെടാൻ പോകുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് ചേർന്ന് നിന്നു. ഞങ്ങൾ 2 പേരും നിന്നിരുന്നത് നീലകണ്ഠ പർവ്വതത്തിലേക്ക് പോകുന്ന വഴിയെ അഭിമുഖീകരിച്ചു കൊണ്ടാണ്. വൻ തേക്കുമരങ്ങൾക്കിടയിലൂടെ ഞങ്ങളുടെ മുമ്പിൽ അലൗകികമായ ഒരു സുന്ദര രൂപം പ്രകടമായി. തേജോമയമായ രൂപം എന്നെ കോൾമയർ കൊള്ളയിച്ചു. എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ശ്രീ ഗുരു ബാബാജി തന്നെയായിരുന്നെന്ന് അന്തർജ്ഞാനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നോടുള്ള സ്നേഹവും അനുകമ്പയും മൂലം എനിക്ക് ദർശനം തരാൻ വന്നതായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഗുരു ആ ദിവ്യരൂപത്തിൻ്റെ പവിത്രമായ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അദ്ദേഹം ചെയ്തതുപോലെ ഞാനും ആ പാദങ്ങളെ നമസ്കരിച്ചു. എഴുന്നേൽക്കൂ. എൻ്റെ ശ്രവണപുടങ്ങളിൽ അമൃതവർഷം ചൊരിയുന്നത് പോലെ തോന്നി. എൻ്റെ കാതുകൾക്ക് ആനന്ദം പകർന്നുകൊണ്ട് ആ സ്വരം വീണ്ടും കേട്ടു. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബാബാജിയുടെ നേർക്ക് നോക്കി പറഞ്ഞു, മഹേഷ്, നീ മധു പറയുന്നത് കേൾക്കണം. കാലം വളരെ മാറിയിരിക്കുന്നു. വ്യവസ്ഥകൾക്ക് അയവ് വരുത്തേണ്ടിയിരിക്കുന്നു. വ്യവസ്ഥകളുടെ എണ്ണം കുറയ്ക്കണം. അങ്ങയുടെ ആഗ്രഹം പോലെ, എൻ്റെ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു. സ്വർണ്ണ നിറമുള്ള തേജോമയനായ ശ്രീ ഗുരു ബാബാജിയെ ഞാൻ ഇമവട്ടാതെ നോക്കി. കാൽമുട്ടോളം ഇറക്കമുള്ള വെളുത്ത ഉടുവസ്ത്രമല്ലാതെ മറ്റൊന്നും ധരിച്ചിരുന്നില്ല. നീണ്ട തലമുടി തോളിൽ വീണ് കടന്നിരുന്നു. അദ്ദേഹത്തിൽ ദിവ്യത്വം കളിയാടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ടുകൊണ്ടിരുന്ന സുഗന്ധം എൻ്റെ ആത്മാവിനെ തഴുകി. അദ്ദേഹം എൻ്റെ നേർക്ക് തിരിഞ്ഞു. കാരുണ്യം ചൊരിയുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കി. തൽക്ഷണം എൻ്റെ മനസ്സ് ക്ഷിപ്രഗതിയിൽ അനേകം ജന്മങ്ങളിലൂടെ കടന്നു പോകുകയും എനിക്ക് അദ്ദേഹവുമായുള്ള ബന്ധം എന്തായിരുന്നുവെന്ന് മനസ്സിൽ തെളിയിക്കുകയും ചെയ്തു. എൻ്റെ അടുത്തേക്ക് വരൂ. അദ്ദേഹം തൻ്റെ കരങ്ങൾ എൻ്റെ തോളിൽ ചുറ്റി. എന്നിട്ട് എൻ്റെ താടിയിൽ മൃദുലമായി സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, മധു, എൻ്റെ കുഞ്ഞെ, നിന്റെ വളർച്ചയെ ദുരിതപ്പെടുത്തുന്നതിന് നിനക്ക് ഈ ജന്മത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. നിന്റെ കർമ്മങ്ങൾ എല്ലാം ചെയ്തു തീർത്തതിന് ശേഷം ഒടുവിൽ നീ എൻ്റെ അടുത്തേക്ക് വരും. മഹേഷ് ദയയുള്ളവനാണ്. അവനാണ് നിനക്ക് വേണ്ടി വിശേഷാൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള മാർഗദർശകൻ. കണ്ണുനീർധാര എൻ്റെ മുഖത്തുകൂടി ഒഴുകി. പരമമായ ആനന്ദം ശരീരത്തെയാകെ തഴുകി. അതുപോലെ ഒരു ആനന്ദം മുമ്പ് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിരുന്നില്ല. അദ്ദേഹം എൻ്റെ ഗുരുവിൻ്റെ നേർക്ക് ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ ഈ യുവാവിൻ്റെ സംരക്ഷണം പൂർണ്ണമായി ഏറ്റെടുത്തതിന് നിന്നോട് നന്ദിയുണ്ട്. മഹേഷ്, എനിക്ക് നിന്നോട് ഒരു സുപ്രധാന വിഷയത്തെപ്പറ്റി സംസാരിക്കാനുണ്ട്. വ്യാഴാഴ്ച രാത്രിയിൽ എന്നെ സൂക്ഷ്മ ശരീരത്തിൽ വന്നു കാണൂ. ശ്രീ ഗുരു ബാബാജി കൈകൾ പൊക്കി ആശീർവദിച്ചു. ഞങ്ങൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചു.
ഞങ്ങൾ നിലത്തുനിന്നും മുഖം ഉയർത്തുന്നതിനിടയിൽ അദ്ദേഹം പോയി കഴിഞ്ഞിരുന്നു. അപ്പോഴും അവിടെ സുഗന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഗുഹയിലേക്ക് നിശബ്ദരായി മടങ്ങി. ആ സമയത്തും ശ്രീ ഗുരു ബാബാജി എൻ്റെ മനസ്സിലാകെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ധ്യാനത്തിന് ശേഷം ഞാൻ ഉറങ്ങാൻ കിടന്നു. പതിവ് പോലെ ബാബാജി ധോനിയുടെ മുന്നിൽ നിവർന്ന് ഒരു ശില പോലെ നിശ്ചലനായി ഇരുന്നു. എന്നാൽ അദ്ദേഹം ഒരു പൂവ് പോലെ മൃദുലമായിരുന്നു. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം. ഹരി ഓം.